ഈ പാട്ട് ഏറ്റവും നന്നായിട്ട് യേശുദാസ് പാടിയിട്ടുണ്ട്. അത്ര കണ്ട് ഈ പാട്ട് കമ്പോസ് ചെയ്തതിൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ പറയാം. ഇതിന് ഓരോ പാട്ടിനും ഓരോ കഥയുണ്ട്. കാരണം ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തെക്കുമാട വീഥി എന്ന് പറയും മദ്രാസിൽ, അതായത് കപാലീശ്വര ക്ഷേത്രത്തിൻ്റെ തെക്കുമാട വീഥിയിൽ അവിടെ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ആ ലോഡ്ജിലായിരുന്നു ഞങ്ങളുടെ താമസം. അപ്പോൾ ഇവിടെ കപാലീശ്വര കോവിലിൽ സാധാരണ ഞായറാഴ്ചയൊക്കെ ബിജു തിരുമല തൊഴാൻ വരും. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞായറാഴ്ച വന്നു. അവിടെ വന്ന് ഞാനൊന്ന് തൊഴുതിച്ച് വരാം, നിങ്ങൾ ഇവിടെ ഈ പുസ്തകം ഇവിടെ നിന്ന് ഇരുന്നിടുന്നത് ഒരു ഡയറിയാണ്. അപ്പം ഞങ്ങൾ ഇദ്ദേഹം പോയി കുറേ നേരം കഴിയുമ്പോൾ എന്നാൽ ഇതൊന്നും എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ആ പുസ്തകത്തെ ആളുകൾ മറിച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേന് അതിനകത്ത് കിടക്കുന്ന ഈ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന് പറയുന്ന ഈ പാട്ട്, അതിനകത്ത് ഞങ്ങളെ ആകർഷിക്കാൻ ഉള്ള ഒരു കാര്യം, അന്ന് ഞങ്ങൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ട് പാടി അതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു. അപ്പം ഞങ്ങളുടെ മനസ്സിൽ തോന്നി, ഞാനും എന്നെ കൂടെ പറയും നമുക്കെന്നാൽ ഇന്ന് ട്യൂൺ ചെയ്യാം. ഏതെങ്കിലും ബിജു വരാൻ 1 മണിക്കൂർ താമസിക്കില്ല. പുള്ളി ഇതിനകത്ത് പ്രദർശനമൊക്കെ വെക്കണമല്ലോ നവഗ്രഹങ്ങളൊക്കെ. അപ്പോൾ പ്രദർശനം വെച്ച് വരുന്നവരെ ഞങ്ങളതിൻ്റെ ട്യൂണിങ് ആരംഭിച്ചു. അപ്പോൾ ഇത് ഒരു ഗൗരി മനോഹരി രാഗത്തിലാണ് ഞങ്ങൾക്ക് തുടങ്ങാൻ തോന്നിയത്. അത് ഇതുപോലെ തന്നെ ഈ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്നുള്ള ആ വരിയൊക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ ട്യൂൺ ചെയ്തു. ചെമ്പയുടെ ആ ഭാഗം വന്നപ്പോഴത്തേന് എന്നാൽ ഒരു ശകലം അദ്ദേഹം ഈ ഇതുണ്ട് കത്രിസ്വരം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അതും കൂടെ എന്നാൽ നമുക്ക് ചേർത്ത്, അപ്പോൾ ചെമ്പട താളത്തിൽ ചെമ്പൈ വായ്പാട്ട് പാടിയെന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രയോഗം വേണമല്ലോ, അതിനുവേണ്ടി ആ സ്വരങ്ങളൊക്കെ ചേർന്നു. അപ്പോൾ ആ സ്വരമൊക്കെ ചേർത്ത് പിന്നെ മൃദംഗത്തിൽ അദ്ദേഹം ചൗടയ അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾ വായിച്ചിട്ടുണ്ട് പക്കമേളമായിട്ട്. ചൗടായക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 7 തന്തികളാണ് അദ്ദേഹം വായിക്കുന്നത്. സാധാരണ നമുക്ക് വയലിനെല്ലാം 4 തന്തികളേ ഉള്ളൂ, ഇത് 7 ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ ആ സ്റ്റൈലിൽ വായിക്കാൻ വേണ്ടി ഒരാളെ പിന്നെ നമ്മൾ റെക്കോർഡിങ് വരുമ്പോൾ നമ്മൾ ശ്രമപ്പെട്ട് കണ്ടുപിടിച്ചു. അത് ചൗടയുടെ ശിഷ്യനായിരുന്നു. പക്ഷേ അത് പിന്നെ കഥ വരാൻ പോകുന്നുള്ളൂ. അങ്ങനെ ഇതെല്ലാം ട്യൂൺ ചെയ്ത് ഞങ്ങൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോഴത്തേന് റെഡിയാക്കി വെച്ചു. ഒന്നും വേണ്ടിയില്ല. ബിജു പോകാനായിട്ട് ഇറങ്ങി. അപ്പം ബിജു ഒരു ചെറിയ ഞങ്ങൾ ആ പാട്ടേ ഇത് നക്ഷത്ര ഒന്ന് ട്യൂൺ ചെയ്തൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇത് നല്ലോണം അന്നേരം പാടിയത്. കുറേ നേരം ഞങ്ങളെ ആ പാട്ട് കിട്ടിക്കൊണ്ട് ഒന്ന് ഹൃദയമാക്കാൻ പറ്റി. അങ്ങനെ അത് പാടി. വാസ്തവത്തിൽ വാസു കണ്ണു നിറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ പാട്ടിൻ്റെ ആകൃതി എല്ലാം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് സ്വരങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടായി. ബിജു എല്ലാതെ ആ പാട്ടിനെ അങ്ങോട്ട് ഇത്രയും നന്നായി വളരെ നന്നായി എന്ന് പറഞ്ഞു. ഇല്ല, അത് ഞാനതിനകത്തൊന്നും വലിയ കാര്യമുണ്ട്. ചുമ്മാ എഴുതി വെച്ചിരുന്ന ഒരു പാട്ട് കണ്ടു കിട്ടിയ ആ മുഹൂർത്തം, ഞാൻ കോവിലിൽ പോയതുകൊണ്ടായിരിക്കാം അത് സാധിച്ചത്. ഏതായാലും ആ ഒരു മുഹൂർത്തം വല്ലാത്ത മുഹൂർത്തമായിരുന്നു. അത് കണ്ടു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിത് അത് അങ്ങനെ അങ്ങ് പോയാനായിരുന്നു, അറിയില്ല. എത്രയോ പാട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ റെക്കോർഡിങ് കേൾക്കാനായിട്ട് ചെമ്പൈ തന്നെ വന്നിരുന്നു. അതൊരു മഹത്വമായി പോയി. എൻ്റെ പടം ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് അദ്ദേഹം തന്നെ ഈ സ്റ്റേജുകളിൽ പാടുന്ന അത് ആദരവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്തോന്നാണെന്ന് പോലും എനിക്കറിയില്ല. അത് യേശുദാസ് പാടുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പം ആ ഒരു മോമെൻറ്റ് അതെനിക്ക് മറക്കാൻ ഒക്കില്ല. അതൊക്കെ പിന്നെ അദ്ദേഹം ഞങ്ങളെ വിളിച്ച് വീട്ടിൽ കൊണ്ട് കഞ്ഞി കുടിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഞ്ഞിയൊക്കെ കുടിക്കാൻ കൊണ്ടുപോയി. അതൊക്കെ ഒരു കാലം.
നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുധാസാഗരത്തിൽ നീരാടി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ആറാട്ടുകടവിലും ആനത്തൊട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. ആറാട്ടുകടവിലും ആനത്തൊട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. സതിരു തുടങ്ങി, സതിരു തുടങ്ങി, സംഗീതലഹരിയിൽ സദസ്യർ നിശ്ചലരായി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടു പാടി. പാതിരി ദാരിദ നിസാസ ദാരിദ നീതിരി സറ്റീരി നീതിരി ദാരികരിക്കാക ദാരിദ നീതിരി സറ്റീരി പാതിരി ദാരിദ നീതിരി ദാരിദ നീതിരി ദാരിദ നീതിരി ദാരിദ നീതിരി ദാരിദ രീഗിരി ദാരിദ നീതിരി ദാരിദ രീഗിരി കാമഗരീതിരി ദാരിദ നീതിരി ദാരിദ രീതിരി ദാരിദ നീതിരി ദാരിദ നീതിരി ദാരിദ പദ 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 സാനിദ പമഗരിത ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടു പാടി. വടിവേലു തിരുമുമ്പിൽ പണ്ടു കാണിക്ക വച്ച വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. മൃദംഗത്തിൽ പാലക്കാട്ടുമണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. മൃദംഗത്തിൽ പാലക്കാട്ടുമണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ, നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു.
നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമോ